ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ളൊരു പുഡിങ്ങാണ് ഉണ്ടാക്കണേ. ഇത് നമുക്ക് കുക്ക് ചെയ്യണ്ട, ബേക്ക് ചെയ്യണ്ട, ഇതുണ്ടാക്കി ഒന്ന് തണുപ്പിച്ചെടുക്കേണ്ട പണി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബ്രെഡ് ആൻഡ് നട്ട് പുഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് 1 കപ്പ് നല്ല തണുത്ത പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ വിപ്പിംഗ് ക്രീമിൻ്റെ പൗഡറാണ് ഉപയോഗിക്കണത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൗഡർ ഇല്ലെങ്കിൽ സാധാരണ നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, അത് 1 കപ്പ് എടുക്കാം. അതും ഇല്ലെങ്കിൽ നമ്മുടെ തിക്ക് ക്രീമോ ഫ്രഷ് ക്രീമൊക്കെ ഉണ്ടല്ലോ, അതെടുക്കാം ഇതിന് പകരമായിട്ട്. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് ഞാനിവിടെ കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർക്കണേ. ഒരു 5 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഇതൊരു നോർമൽ മധുരമായിരിക്കും. നമ്മളിത് തണുപ്പിച്ച് വയ്ക്കേണ്ടതാണല്ലോ, അതുകൊണ്ട് ഒരു ഇത്തിരി മധുരം മുന്നിട്ട് നിൽക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരമായിട്ട് നമുക്ക് പഞ്ചസാര ഉപയോഗിക്കാം. പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക ഈ കണ്ടൻസ്ഡ് മിൽക്കിൽ തന്നെ ചെയ്യുന്നതായിരിക്കും. ഇനി ഞാനിവിടെ എടുക്കുന്നത് ഡ്രീം വിപ്പിൻ്റെ 2 പാക്കറ്റാണ്. അപ്പോൾ ഒരു പാക്കറ്റിന് 1/2 കപ്പ് പാലാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 പാക്കറ്റിന് 1 കപ്പ് പാൽ. ആ 1 കപ്പ് പാലാണ് നമ്മളിപ്പോൾ ഇത് ആദ്യം ചേർത്തത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു ഹാൻഡ് ബ്ലെൻഡർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു വിസ്ക് വെച്ചിട്ടോ നല്ല പോലെ ഇതൊന്ന് അടിച്ചെടുക്കണം. ഒരു ക്രീം ടെക്സ്ചറിലാണ് വരേണ്ടത്. നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്ത് സ്റ്റിഫായിട്ടൊന്നും വരണമെന്നില്ല. ഒരു ക്രീം ടെക്സ്ചർ തന്നെ കിട്ടിയാൽ മതി. ഇതിപ്പോൾ നന്നായിട്ട് ഞാൻ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ക്രീം പരുവത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. നമുക്കിതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഞാനിവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ അരികെല്ലാം ഒന്ന് കളഞ്ഞെടുത്തതാണ്. ഇനി ബ്രെഡൊന്ന് മുക്കാനായിട്ട് ഒരു പാലിൻ്റെ ഒരു കൂട്ടുണ്ടാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് 1/4 കപ്പോളം പാലൊഴിച്ച് കൊടുക്കാം. പിന്നെ നമുക്ക് വേണമെങ്കിൽ വീണ്ടും പാലെടുക്കാം. അപ്പോൾ ആദ്യം 1/4 കപ്പ് പാലെടുക്കുക. അതിലേക്ക് മധുരത്തിന് വീണ്ടും ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് നമുക്ക് ഇതിലേക്കും ചേർത്ത് കൊടുക്കാം. ഇനി പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ പുഡിങ് ഏത് ട്രേയിലാണോ സെറ്റ് ചെയ്തെടുക്കണേ ആ ട്രേ എടുക്കുക. പുഡിങ് ട്രേയുടെ അളവിനനുസരിച്ചിട്ടായിരിക്കും നമ്മുടെ ബ്രെഡിൻ്റെ എണ്ണവും കണക്കാക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എന്തായാലും ഒരു 7 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ആദ്യം ഒരു ബ്രെഡിൻ്റെ സ്ലൈസ് എടുത്ത് നമ്മൾ ഈ പാലും കണ്ടൻസ്ഡ് മിൽക്ക് യോജിപ്പിച്ചെടുത്തില്ലേ, അതിലേക്കൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം പുഡിംഗ് ട്രേയിൽ വെച്ച് കൊടുക്കുക. പുഡിംഗ് ട്രേയുടെ അളവിനനുസരിച്ച് നമുക്ക് എത്ര ബ്രെഡാണോ വേണ്ടത് അത്രയും സെറ്റ് ചെയ്തെടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ബ്രെഡാണ് എടുക്കണേ. അപ്പോൾ നമ്മൾ ലെയറായിട്ടാണ് കേട്ടോ അത് സെറ്റ് ചെയ്തെടുക്കണേ. ആദ്യം ഒരു ലെയർ ബ്രെഡ് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ ക്രീമിൻ്റെ കൂട്ടൊഴിച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. അങ്ങനെയാണ് ലെയറായിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കണേ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ക്രീം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫില്ല് ചെയ്തിട്ട് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്ത നട്ട്സാണ് വേണ്ടത്.
ഞാനിവിടെ എന്തായാലും ബദാമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സ് ആയിട്ട് എടുക്കാം, അല്ലെങ്കിൽ പിസ്തയോ അണ്ടിപ്പരിപ്പോ ഏത് വേണമെങ്കിലും ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നല്ല പോലെ ഈ നട്ട്സ് ഒന്ന് വെതറി കൊടുക്കുക. എങ്കിൽ നമ്മൾ ഈ പുഡിങ് ഇങ്ങനെ കഴിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഈ നട്ട്സ് കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും ആദ്യം ചെയ്ത പോലെ തന്നെ ബ്രെഡ് പാലിൽ മുക്കിയിട്ടൊന്ന് നിരത്തി വെച്ച് കൊടുക്കുക. വീണ്ടും ക്രീം ഒഴിച്ച് കൊടുക്കുക, പിന്നെ നട്ട്സ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് കഴിയുന്നത് വരെ അതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബാക്കി വന്ന ക്രീം ഉണ്ടല്ലോ അത് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. കവർ ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് തണുപ്പിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഒരു 3-4 മണിക്കൂർ ഇതൊന്ന് തണുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നമ്മുടെ പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പോലെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഞാനിവിടെ കുറച്ച് ചെറീസും കുറച്ച് പിസ്തയും വെച്ചിട്ടാണ് ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണ ഒരു പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് കഴിക്കാനായിട്ട് നമ്മുടെ ബ്രെഡാണെന്നൊന്നും അറിയില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും ബ്രെഡ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ നല്ല റെസിപ്പീസുമായി വരുന്നത് വരെ താങ്ക് യു.